ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. യേശു കർത്താവ് എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചത്? കർത്താവിന്റെ ഓരോ ശുശ്രൂഷയിലും ദൈവരാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാമും ദൈവരാജ്യത്തിൽ കടക്കണം എന്നതാണ്. നമ്മുടെ ജീവിതവും ദൈവരാജ്യത്തിന് അനുസൃതമായാണോ നാം ജീവിക്കുന്നത്? നാം അപ്രകാരം ചിന്തിക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാൻ നാം എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: നാം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നതാണ്. ദൈവ കൽപ്പന അനുസരിക്കുമ്പോൾ നാം ദൈവരാജ്യത്തിന് അവകാശികളായി തീരും. നമ്മുടെ ജീവിതവും കൽപ്പനകൾക്ക് അനുസൃതമായി തീരുവാൻ ദൈവം നാം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.